Hi my dear ones, welcome to CSCB Ranker, your one-stop channel for cracking CSCB exams in Kerala. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സെക്ഷൻ 22-ഉം 23-യുമാണ് പഠിച്ചത്. അതിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, വിച്ച് സെക്ഷൻ ഡിനോട്ട്സ് റെസ്ട്രിക്ഷൻ ഓൺ ഹോൾഡിംഗ് ഷെയർസ്? ആൻസർ സെക്ഷൻ 22. ഷെയർ കൈവശം വയ്ക്കുന്നതിനുള്ള നിയന്ത്രണത്തെക്കുറിച്ച് പറയുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 22. ക്വസ്റ്റ്യൻ നമ്പർ 2, who is exempted from the restriction on holding more than a certain portion of the share capital in a cooperative society? Answer, the government, any statutory or non-statutory board, committee or corporation approved by the government or any other society is exempted. ഒരു സാധാരണ മെമ്പർ കൈവശം വയ്ക്കാവുന്ന ഷെയറിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് ടോട്ടൽ ഷെയർ ക്യാപിറ്റലിൻ്റെ 1/5 ആണ്. എന്നാൽ ചിലരെ അതിൽ നിന്നും എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ആരൊക്കെയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ, ഗവൺമെൻറ് ഷെയർ എടുക്കുമ്പോൾ റെസ്ട്രിക്ഷൻ ഇല്ല. അതുപോലെ നിയമപരമോ നിയമപരമല്ലാത്തതോ ആയ ബോർഡ്, ഗവൺമെൻറ് അപ്രൂവ് ചെയ്ത കമ്മിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ, അല്ലെങ്കിൽ ഏതെങ്കിലും എനി അതർ സൊസൈറ്റി. Question number 3, what is the maximum share a member other than exempted entities can hold in a cooperative society? Answer, not more than 1/5 of the total share capital of the society. എക്സംപ്റ്റ് ചെയ്തിരിക്കുന്ന എൻറ്റിറ്റീസ് അല്ലാതെ സാധാരണ മെമ്പർക്ക് എത്രത്തോളം ഷെയർ ഹോൾഡ് ചെയ്യാൻ സാധിക്കും? ആൻസർ, ടോട്ടൽ ഷെയർ ക്യാപിറ്റലിൻ്റെ 1/5 കൂടാൻ പാടില്ല എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 4, വാട്ട് ഈസ് ദ ലിമിറ്റ് ഓഫ് ഷെയർ ഹോൾഡിംഗ് ഫോർ ആൻ ഇൻഡിവിജ്വൽ ഇൻ ആൻ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക്? ആൻസർ, ആൻ ഇൻഡിവിജ്വൽ മെമ്പർ ക്യാൻ ഹോൾഡ് up to 5% of the total paid up share capital of the bank. ഒരു അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഷെയർ ഹോൾഡിങ്ങിനെ കുറിച്ചാണ് ക്വസ്റ്റ്യൻ. ആൻസർ, ഒരു ഇൻഡിവിജ്വൽ മെമ്പർക്ക് ടോട്ടൽ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലിൻ്റെ 5% വരെ മാത്രമേ ഹോൾഡ് ചെയ്യാൻ സാധിക്കൂ. ക്വസ്റ്റ്യൻ നമ്പർ 5, which section denotes restrictions on transfer of shares or interest? Answer, section 23. ഷെയർ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനുള്ള നിയന്ത്രണത്തെക്കുറിച്ച് പറയുന്ന സെക്ഷൻ ഏതാണ്? ആൻസർ, സെക്ഷൻ 23. ഇവിടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് പലിശയല്ല, താല്പര്യം എന്നുള്ളതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 6, what condition must be followed for transferring shares or interest in a society as per section 23 subsection 1? Answer, the transfer must follow the same conditions and restrictions related to maximum holdings as specified in section 22. സെക്ഷൻ 23 സബ്സെക്ഷൻ 1 പ്രകാരം ഷെയർസ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ പാലിക്കേണ്ട കണ്ടീഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ആൻസർ പറയുന്നത് സെക്ഷൻ 22 പ്രകാരം ഫോളോ ചെയ്യണം. അതായത് ഒരു സാധാരണ സൊസൈറ്റിയിൽ ടോട്ടൽ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലിൻ്റെ 1/5 ഹോൾഡ് ചെയ്യാൻ പാടുള്ളൂ. അർബൻ ആണെങ്കിൽ 5% പാടുള്ളൂ. ഒരാളുടെ കയ്യിൽ മാക്സിമം ഈ ഹോൾഡ് ചെയ്യാവുന്നതുണ്ടെങ്കിൽ അയാളിലേക്ക് ഇപ്പോൾ ഒരാൾ ട്രാൻസ്ഫർ ചെയ്യുന്ന ഷെയറിനെ ഒരിക്കലും വാങ്ങിക്കാൻ പാടില്ല. അപ്പോൾ ആ ഒരു ഓർമ്മ നമുക്കുണ്ടാവണം. ആ റെസ്ട്രിക്ഷൻസ് പാലിച്ചുകൊണ്ട് മാത്രമേ ഒരു ഷെയർ ട്രാൻസ്ഫർ നടക്കുകയുള്ളൂ. ക്വസ്റ്റ്യൻ നമ്പർ 7, the transfer is valid only under section 23 subsection 2 if statement 1, the member has held the share or interest for not less than 3 years, and statement 2, the transfer is approved by the registrar. Which statement has incorrect? Answer, statement 2, transfer is approved by the committee of the society. സെക്ഷൻ 23 സബ്സെക്ഷൻ 2-ൽ ഷെയർ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അത് വാലിഡ് ആവണമെങ്കിലുള്ള കണ്ടീഷനെ കുറിച്ച് പറയുന്നുണ്ട്. ഇവിടെ അത് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് 1-ലാണ്. മെമ്പർ ഹാസ് ഹെൽഡ് ദ ഷെയർ ഓർ ഇൻട്രസ്റ്റ് ഫോർ നോട്ട് ലെസ് ദാൻ 3 ഇയേഴ്സ്. ഒരു മെമ്പറിൻ്റെ കയ്യിൽ 3 വർഷത്തിൽ കുറയാത്ത കാലയളവിനോളം
ഷെയർ സൂക്ഷിച്ചെങ്കിൽ മാത്രമേ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു കണ്ടീഷൻ പൂർത്തിയാവുകയുള്ളൂ. സ്റ്റേറ്റ്മെൻറ്റ് 2 പറയുന്നു, ദ ട്രാൻസ്ഫർ ഈസ് അപ്രൂവ്ഡ് ബൈ ദ രജിസ്ട്രാർ. വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഹാസ് ഇൻകറക്റ്റ്? ഇതിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? ഈ ട്രാൻസ്ഫർ അപ്രൂവ് ചെയ്യുന്നത് രജിസ്ട്രാർ അല്ല, കമ്മിറ്റിയാണ് അപ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ സ്റ്റേറ്റ്മെൻറ്റ് 2 ആണ് ഇൻകറക്റ്റ്. അവിടെ രജിസ്ട്രാർ എന്നുള്ളത് കമ്മിറ്റി എന്ന് തിരുത്തി നമ്മൾ മനസ്സിലാക്കണം. നെക്സ്റ്റ് സെക്ഷൻ 24 കടക്കാം. സെക്ഷൻ 24 റെസ്ട്രിക്ഷൻ ഓൺ വിത്ഡ്രോവൽ ഓഫ് ഷെയർസ്. സബ്ജക്റ്റ് ടു ദ അതർ പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ട്, no withdrawal by a member of his share in a society shall be valid unless a. the member has held such a share for not less than 3 years and such withdrawal is in accordance with the bylaws of the society. ഷെയർ പിൻവലിക്കുന്നതിനുള്ള നിയന്ത്രണത്തെക്കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 24. ഷെയർ പിൻവലിക്കുന്നതിനും കണ്ടീഷൻസ് പറയുന്നുണ്ട്. ഈ പറയുന്ന കാരണങ്ങൾ ഇല്ലാതെ ഒരു വിത്ഡ്രോവലും വാലിഡ് ആവുന്നതല്ല. ഒന്നാമത് പറയുന്നത് ഇവിടെയും 3 വർഷത്തിൽ കുറയാത്ത കാലത്തോളം കൈവശം വെച്ചിരിക്കണം, ഒന്ന്. പിന്നെ പറയുന്നത് ഈ വിത്ഡ്രോവൽ ബൈലോ പ്രകാരമായിരിക്കണം, ബൈലോയിൽ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശപ്രകാരം മാത്രമേ വിത്ഡ്രോവൽ സാധ്യമാവുകയുള്ളൂ. നെക്സ്റ്റ് സെക്ഷൻ 25 ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡെത്ത് ഓഫ് മെമ്പേഴ്സ്. സബ്സെക്ഷൻ 1 ഓൺ ദ ഡെത്ത് ഓഫ് എ മെമ്പർ ഓഫ് എ സൊസൈറ്റി ദ സൊസൈറ്റി ഷാൽ ട്രാൻസ്ഫർ ദ ഷെയർ ഓർ ഇൻട്രസ്റ്റ് ഓഫ് ദ ഡിസീസ്ഡ് മെമ്പർ ടു ദ പേഴ്സൺ ഓർ പേഴ്സൺസ് നോമിനേറ്റഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ rules or the bylaws, or if no person has been so nominated, to such person as may be appear to the committee to be the heir or legal representative of the deceased member. ഒരു മെമ്പർ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കൈവശം ഉണ്ടായിരുന്ന ഷെയറിൻ്റെ ട്രാൻസ്ഫറിനെ കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 25. അതിൻ്റെ സബ്സെക്ഷൻ 1 പറയുന്നു, ഒരു മെമ്പർ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഷെയർസ് അദ്ദേഹത്തിൻ്റെ നോമിനിക്ക് കൈമാറും. അത് ആ റൂളും ബൈലോയും അനുസരിച്ച് അദ്ദേഹം ആരെയാണോ നോമിനേറ്റ് ചെയ്തേക്കുന്നത് അദ്ദേഹത്തിലേക്ക് കൈമാറും. ഇൻ കേസ് നോമിനി ഇല്ല എങ്കിൽ കമ്മിറ്റിയുടെ മുമ്പിൽ വരുന്ന ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്, നിയമപരമായിട്ടുള്ള പിന്തുടർച്ചാവകാശിക്ക് ഈ ഷെയർസ് കൈമാറാവുന്നതാണ്. Provided that such nominee, heir or legal representative, as the case may be, is admitted as a member of the society. Provided further that nothing in this subsection shall prevent a minor or a person of unsound mind from acquiring by inheritance or otherwise the share or interest of a deceased member in a society. കൂടാതെ പറയുന്നു, നോമിനി അല്ലെങ്കിൽ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ആരായാലും അദ്ദേഹത്തെ സൊസൈറ്റിയുടെ മെമ്പറായി പിന്നീട് കണക്കാക്കുന്നതാണ്. പിന്നീട് വീണ്ടും പറയുന്ന ഒരു കാര്യം, ഈ റെപ്രസെൻറ്റേറ്റീവ് അല്ലെങ്കിൽ നോമിനി ഒരു മൈനറോ അല്ലെങ്കിൽ ഒരു അൺസൗണ്ട് മൈൻഡുള്ള ആളോ ആണെങ്കിൽ ഇതൊന്നും ഇതിന് ബാധകമാവില്ല, ഒരു തടസ്സവും ആകില്ല എന്നുള്ളതാണ്. സെക്ഷൻ 25 സബ്സെക്ഷൻ 2 notwithstanding anything contained in subsection 1, any such nominee, heir or legal representative, as the case may be, may require the society to pay to him the value of the share or interest of the deceased member ascertained in accordance with the rules or the bylaws, and the society shall pay the amount to the nominee, heir or legal representative as the case may be on receipt of such a requisition. സബ്സെക്ഷൻ 2 പറയുന്നു, സബ്സെക്ഷൻ 1 എന്തൊക്കെ പറഞ്ഞാലും ഒരു ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് അല്ലെങ്കിൽ നോമിനി റിക്വസ്റ്റ് കൊടുക്കുകയാണ്, അദ്ദേഹത്തിന് ഈ എമൗണ്ട് ആയിട്ട് കിട്ടിയാൽ മതി, അദ്ദേഹത്തിന് മെമ്പറായി തുടരാൻ താല്പര്യമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഷെയറിൻ്റെ വാല്യൂ റൂൾസും ബൈലോസും വെച്ചിട്ട് കണക്കാക്കി ആ എമൗണ്ട് പേ ചെയ്യാനുള്ള അധികാരം സൊസൈറ്റിക്കുണ്ട്. സെക്ഷൻ 25 സബ്സെക്ഷൻ 3 എ സൊസൈറ്റി മേ പേ
all other monies due to the deceased member from the society to such nominee, heir or legal representative as the case may be. Section 25 subsection 4. All transfers and payments made by a society in accordance with the provisions of this section shall be valid and effectual against any demand made upon the society by any other person. 25(3) പറയുന്നത് മരിച്ചുപോയ അംഗത്തിന് സൊസൈറ്റി എന്ത് ഡ്യൂസൊക്കെ കൊടുക്കാനുണ്ടോ അതെല്ലാം ഈ ലീഗൽ റെപ്രസെൻറ്റേറ്റീവിന് അല്ലെങ്കിൽ നോമിനിക്ക് കൊടുക്കാവുന്നതാണ്. ഇനി 25(4) പറയുന്നു ഈ പറയുന്ന സെക്ഷൻസ് പ്രകാരം നടത്തുന്ന എല്ലാ പേയ്മെൻറ്റ്സും വാലിഡ് ആയിട്ടുള്ള കാര്യമാണ്. നെക്സ്റ്റ് ബുള്ളറ്റ് പോയിൻറ്റ്സ് ആണ്. സെക്ഷൻ 24 റെസ്ട്രിക്ഷൻ ഓൺ വിത്ഡ്രോവൽ ഓഫ് ഷെയർസ്. Member must hold shares for at least 3 years. Withdrawal must follow the bylaws of the society. Section 25. Transfer of interest on death of members. On death, shares go to nominee or legal heir as per rules. Nominee or heir must be admitted as a member. Even minors or mentally unsound persons can inherit. Heir can ask for payment instead of transfer. Section 25 subsection 2. Society may pay other dues to nominees or heir as per section 25 subsection 3. Such payments are final and can't be challenged by others as per section 25 subsection 4. ഇനി കഴിഞ്ഞ ക്ലാസ്സിലെ ആൻസേഴ്സ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 1. മാൻ ഈസ് റിലേറ്റഡ് ടു ബയോഗ്രഫി. നേഷൻ ഈസ് റിലേറ്റഡ് ടു ആൻസർ ഹിസ്റ്ററി. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസ് ഈസ് ഹെഡ് ക്വാർട്ടേർഡ് അറ്റ് ആൻസർ ഈസ് തൃശ്ശൂർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻറ്റണിംസ് ഓഫ് അട്രാക്ട്. ആൻസർ റിപ്പൽ, റെഫ്യൂസ്, റിജക്റ്റ്, ഡെനൈ, ടേൺ ഡൗൺ. അട്രാക്റ്റ് മീൻസ് ആകർഷണം. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പുറന്തള്ളുക അല്ലെങ്കിൽ തിരസ്കരിക്കുക, അതൊക്കെയാണ് താഴെ പറയുന്ന വാക്കുകളുടെ മീനിങ്. നൗ യുവർ ടേൺ ടു ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 1. ഡാഷ് ഈസ് ദ ഹോട്ടസ്റ്റ് പ്ലാനറ്റ് ഇൻ ദ സോളാർ സിസ്റ്റം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർസ് ഓഫ് വേർഡ്സ് ഈസ് ഇൻകറക്റ്റ്? ലോഫ്, ലോവ്സ്, calf, calves, knife, knives, chief, chiefs. Next question. Looking at the series 31, 29, 24, 22, 17 and dash, what number should come next? Leave your answer in the comment box and stay tuned for the next episode. Thank you.